أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 69, 70, 71 ആയത്തുകൾ. വദ്ദ ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി. വദ്ദത്ത്, വദ്ദ യവദ്ദു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം. ആഗ്രഹിച്ചിരിക്കുന്നു അഥവാ ആഗ്രഹിക്കുന്നു. ത്വായിഫത്തുൻ ഒരു വിഭാഗം, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്നുള്ള അഥവാ വേദക്കാരിൽ പെട്ട. ലൗ യുളില്ലൂനക്കും നിങ്ങളെ വഴിതെറ്റിച്ചെങ്കിൽ എന്ന്. വല്ല വഴിതെറ്റിച്ചു, അല്ലെങ്കിൽ അതല്ല വഴിതെറ്റിച്ചു, അതല്ല വഴിതെറ്റി, വഴികേടിലായി. ലൗ യുളില്ലൂനക്കും അവർക്ക് നിങ്ങളെ വഴിതെറ്റിക്കാനായെങ്കിൽ എന്ന് വേദക്കാരിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു. വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും. വമായുളില്ലൂന അവർ വഴിതെറ്റിക്കുന്നില്ല. ഇല്ലാ അൻഫുസഹും അവരെ തന്നെ അല്ലാതെ. വമാ യശ്ഉറൂൻ അവർ അറിയുന്നില്ല. യാ അഹ്ലൽ കിതാബി ഓ വേദക്കാരെ, ലിമ തക്ഫുറൂന ബി ആയാത്തില്ലാഹ്. ലിമ തക്ഫുറൂന നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? ലിമ എന്തിന്? ബി ആയാത്തില്ലാഹി അല്ലാഹുവിന്റെ ആയത്തുകളെ. വഅൻതും തഷ്ഹദൂൻ നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കെ, സാക്ഷികളായ അവസ്ഥയിൽ. യാ അഹ്ലൽ കിതാബി ഓ വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിലി. ലിമ തൽബിസൂന നിങ്ങൾ എന്തിനാണ് കൂട്ടിക്കലർത്തുന്നത് അൽ ഹഖ്ഖ സത്യത്തെ ബിൽ ബാത്തിലി അസത്യത്തോട്. വതക്തുമൂന നിങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത് അൽ ഹഖ്ഖ സത്യത്തെ. വഅൻതും നിങ്ങളായിരിക്കെ തഅലമൂൻ നിങ്ങൾ അറിയുന്നു, നിങ്ങൾ അറിയുന്നവർ ആയ അവസ്ഥയിൽ എന്തിനാണ് സത്യം മറച്ചു വെക്കുന്നത്? വേദക്കാരിൽ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നായിരുന്നു. അത് സാധാ മുസ്ലിങ്ങളെ മാത്രമൊന്നുമല്ല. നജ്റാനിലെ ക്രിസ്ത്യാനികൾ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വഴിയുണ്ടോന്ന് ആലോചിക്കാനാണ്. അതിന് സാധ്യമായില്ലെങ്കിൽ റസൂലുള്ളാഹിനെ ശപിച്ചു പോകാനും. അങ്ങനെ ബാക്കിയുള്ള മുസ്ലിങ്ങളുടെ കാര്യത്തിലും അവർക്ക് അത്തരം പ്ലാനുകളുണ്ട്. യഹൂദന്മാരുടെ കൂട്ടത്തിലും പലരും കാര്യമായി പണിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ദുർബല വിശ്വാസികള്, സാധാരണക്കാര്, വലിയ വിവരമില്ലാത്തവരായ സാധുക്കളെ അവരെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കും. പലതും പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കും. അപ്പോ പറയും, പിന്നെ ഇത് നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട റസൂലല്ലേ? അല്ല, ഇതല്ല, ഇത് വേറെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കൂലേ എന്നൊക്കെ പറയും. അതുപോലെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, യഖൂലൂന ഹൗലായി അഹ്ദാ ലില്ലദീന ആമനു സബീല, അഹ്ദാ മിനല്ലദീന ആമനു സബീല. മുശ്രിക്കുകളോട് അവർ പറഞ്ഞിരുന്ന വർത്താനാണ്.
മുശ്രിക്കുകളാണ് ഈ വിശ്വാസികളെക്കാളും കൂടുതൽ സന്മാർഗത്തിലുള്ളത്. നിങ്ങൾക്ക് സന്മാർഗമാണ് വേണ്ടതെങ്കിൽ അതിൽ നിങ്ങൾ ജൂതനായില്ലെങ്കിലും ക്രിസ്ത്യാനി ആയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ അതിന് മുസ്ലിം ആകണേനേക്കാളും നല്ലത് മുശ്രിക്കായി തുടരുന്നതാണ്, അതാണ് കൂടുതൽ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല വഴിക്ക് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഉള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വന്നിട്ടുണ്ട്. പേര് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാൻ പോകുന്ന വിജയങ്ങളെ സംബന്ധിച്ച് ശക്തിയെക്കുറിച്ചുമൊക്കെ അതിൽ പരാമർശമുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം, എന്റെ വചനത്തെ അവന്റെ നാവിന്മേലാക്കും, അവൻ ലോകത്തെയൊക്കെയും നയിക്കും ഉള്ളതുപോലുള്ള വർത്തമാനങ്ങളുണ്ട് ബൈബിളിൽ ഇപ്പോഴും. തള്ളിക്കളഞ്ഞ കല്ല് ആണിക്കല്ലായി വന്നിരിക്കുന്നു എന്നുണ്ട് പുതിയ നിയമത്തിൽ. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അച്ചുതണ്ടായിട്ട് ദീനുൽ ഇസ്ലാം മാറും എന്ന് അതിലുണ്ട്. അപ്പൊ അവർ സ്വീകരിക്കുകയില്ല. പക്ഷേ എങ്കിലും ഇതിൽ ആള് കൂടിയാൽ ഇത് നടക്കുമല്ലോ, അതിന് അവർ ഭയപ്പെട്ടു. അതിന് ഇസ്ലാം വിജയിക്കാതിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയാണ് അറബികളെ പരമാവധി ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ ബദറിന് വരെ യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ പ്രേരണയായിരുന്നു മുശ്രിക്കുകൾക്ക് ഒരു ഘടകം. അവരുടെ ക്രോധവും ഒപ്പം ഇവരുടെ പ്രേരണയുമായിരുന്നു. അബു ആമിർ റാഹിബ് എന്ന് പറയുന്ന ജൂത നേതാവ് അവിടെ പോയി പ്രേരിപ്പിക്കുകയാണ് മക്ക മുശ്രിക്കുകളെ, അങ്ങനെ തമ്മിലടുപ്പിച്ച് നശിപ്പിക്കണം, ഇതിൽ ഇസ്ലാമിലെ ആള് കൂടാതെ നോക്കണം എന്നതൊക്കെ അവരുടെ ഒരു ഉത്കടമായ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വദ്ദത്ത് എന്ന് പറഞ്ഞത്. ചെറിയ ആഗ്രഹത്തിനല്ല വദ്ദ എന്ന് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും, സത്യത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും സത്യം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ സ്വന്തത്തിനെ തന്നെയാണ് അവർ വഴികേടിലാക്കുന്നത്. അഥവാ അവരുടെ പിന്തിരിപ്പിക്കൽ ശ്രമം കൊണ്ട് യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കിയ ആരും സത്യത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. പിന്നെ സത്യം സ്വീകരിക്കാതിരുന്നും അതിനെതിരെ പ്രവർത്തിച്ചും സ്വയം വഴികേടിലാക്കി ഇഹലോകത്തും പരലോകത്തും അതിന്റെ ദോഷങ്ങൾ അനുഭവിക്കാം എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല. വമായഷ്ഉറൂൻ, പക്ഷേ അത്ര ഞങ്ങൾക്ക് തന്നെ അപകടകരമായ ആപത്തായ കാര്യമാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്ന ബോധം അവർക്കില്ല. പകരം തങ്ങളെ ബാധിച്ചിരിക്കുന്ന സ്വാർത്ഥതയുടെ പേരിൽ സ്വന്തത്തിന് വരുത്തി വെക്കുന്ന അപകടം മറക്കുകയാണ് അവർ ചെയ്യുന്നത്. നേരത്തെ സൂറത്തുൽ ബഖറയിൽ വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യശ്ഉറൂൻ. അവരാണ് ഫസാദ്, അവരോട് ഫസാദ് ഉണ്ടാക്കല്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ സുലഹ് ഉണ്ടാക്കുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഫസാദ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ. ഏതാണ്ട് അതുപോലുള്ള പ്രയോഗം തന്നെയാണത്. ബാക്കിയുള്ളവരെ വഴികേടിലാക്കാൻ നോക്കിയിട്ട് അവർ തന്നെയാണ് വഴികേടിലാകുന്നത്. ഇത് പഴയത് മാത്രമല്ല, ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം വളരാതിരിക്കാനും ഇസ്ലാമിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുവാനും വേണ്ടി കടുത്ത വ്യാജങ്ങൾ പടച്ചുവിടുക, അതുപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇസ്ലാമോഫോബിയ വളർത്തുക, ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. തുർക്കിയിലെ ഒരു പ്രദേശത്ത്, ജൂതന്മാർ അധിവസിക്കുന്ന ഒരു പ്രദേശത്തുള്ള ആളുകളുടെ തൊഴിൽ, കുലത്തൊഴിൽ, പരമ്പരാഗതമായി അവർ ചെയ്യുന്ന പണി വേഷം മാറി മുസ്ലിം സമൂഹ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടങ്ങളിലൊക്കെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുക എന്നത് അവരവരുടെ ഒരു കുലത്തൊഴിൽ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണത്രേ. അതുപോലെ തന്നെ തെറ്റായ ഖുർആൻ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. ഇസ്രായേലിലെ ജൂതന്മാർ ഒക്കെ ചെയ്യുന്ന പണിയാണ്. ഒരുപാട് ശ്രമങ്ങളുണ്ട് ഇസ്ലാമിനെതിരെ നടത്തപ്പെട്ട സയനിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന്, അതുപോലെ ഓറിയന്റലിസ്റ്റ് പഠനങ്ങളുടെ ഭാഗത്തുനിന്ന്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതിക്കൂട്ടിയ നുണകളുടെ മഹാശേഖരം തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അതൊക്കെ വായിച്ചിട്ടാണ് ഇപ്പോഴും യൂറോപ്പിൽ പലരും ഇസ്ലാമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് കാര്യം മനസ്സിലാകുമ്പോൾ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണം, ഇസ്ലാം വിരോധിയായി രംഗത്ത് വന്ന നേതാക്കന്മാര് തന്നെ ഇസ്ലാമിനെ പഠിച്ചപ്പോൾ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ആദ്യം വായിച്ചത് ഈ തെറ്റിദ്ധരിപ്പിക്കൽ പുസ്തകങ്ങളാണ്. അങ്ങനെ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ ദീന് തകരുകയില്ല, പകരം സ്വയം നശിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അന്നത്തെ പോലെ ഇന്നും അത് തന്നെയാണ് വസ്തുത. അള്ളാഹു 2 ചോദ്യം ചോദിക്കുകയാണ് തുടർന്ന്. യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബി ആയാത്തില്ലാഹി വഅൻതും തഷ്ഹദൂൻ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നത്, നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കെ? എന്താ സംഭവം? അള്ളാഹുവിന്റെ ആയത്തുകൾ തൗറാത്തിലും ഇഞ്ചീലിലുമുണ്ട്. അത് പുലർന്നത്, അക്ഷരം പ്രതി പുലർന്നത് അവർ കാണുകയുമാണ്. എന്നിട്ടും ആ തൗറാത്തിൽ പറഞ്ഞ നബിയെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. തൗറാത്തിൽ ആയത്തുകളെ കുറിച്ചാണ് ഇവിടെ ലിമ തക്ഫുറൂന ബി ആയാത്തില്ല എന്ന് പറയുന്നത്. അത് പുലർന്നത് അഥവാ വരാനുള്ള നബിയെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും പ്രവചനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുള്ള നബിയെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും വന്നത് വായിക്കുന്നവരാണ് അവർ. അത് മുഴുവനും പുലർന്നു കാണുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഒരിക്കൽ ഒരു ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് വളരെ അപമര്യാദയായി പെരുമാറി. അതിന്റെ ഹേതു എന്താണെന്ന് വെച്ചാൽ, യാത്രാമധ്യേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് അനുയായികൾക്ക് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ കടം വാങ്ങിയിരുന്നു. നിശ്ചിത അവധിക്ക് തിരിച്ചു തരാന്നുള്ള നിലയിലാണ് കടം വാങ്ങിയിരുന്നത്. പക്ഷെ അവധി എത്തുന്നതിന്റെ മുമ്പ് മദീനയിൽ വന്നിട്ട് ബഹളം കൂട്ടുകയാണ് അയാൾ ചെയ്തത്. വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. ഇത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിക്കാനാഞ്ഞു അയാളെ. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അയാൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ കൊടുത്ത് തൃപ്തിപ്പെടുത്തി പറഞ്ഞേക്കെന്ന്. പുറത്തിറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. പിന്നെ എന്തിനിതാ ഞങ്ങളുടെ റസൂലിനോട് തട്ടിക്കയറിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, വരാനുള്ള നബിയെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും മുഹമ്മദിൽ ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നൊഴികെ. ഏതാ ഒന്ന്? അവിവേകികളെ വിവേകം കൊണ്ട് നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. വരാനുള്ള നബിയുടെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം അവിവേകികളെ വിവേകം കൊണ്ട് നേരിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന നമ്മളും ശ്രദ്ധയൂന്നേണ്ട സിഫത്താണത്, പ്രത്യേകിച്ചും ഈ കാലത്ത്. അത് ഞാൻ ഇതുവരെ മുഹമ്മദിൽ കണ്ടില്ല. എന്നിട്ടോ അതുണ്ടോ അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാനൊരു അവിവേകം വെറുതെ കാട്ടി നോക്കിയതാണ്, എങ്ങനെ നേരിടുന്നു കാണാലോ. അതുകൊണ്ട് എനിക്ക് ബോധ്യമായിരിക്കുന്നു ഇത് അള്ളാന്റെ റസൂല് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് വിശ്വസിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആ സമ്പത്ത് എനിക്ക് തിരിച്ചു തരണ്ട. അത് മാത്രമൊന്നുമല്ല, എൻ്റെ അടുത്ത് ധാരാളം സമ്പത്തുണ്ട്, അത് മുഹമ്മദിന്റെ മുഴുവൻ ഉമ്മത്തിനുമായി ഞാൻ സദക്ക ചെയ്യുകയാണ്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിന്റെ മുഴുവൻ ഉമ്മത്തിനും വേണ്ട, ഇപ്പോൾ ഉള്ളവർക്ക് മതി. കാരണം അതിനുള്ള സമ്പത്ത് ഒരിടത്ത് ഉണ്ടാവില്ലല്ലോ. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിക്ക് എത്ര കോടി ഉമ്മത്ത് വരാനുണ്ട്. അപ്പൊ പറഞ്ഞത്, ആ മനുഷ്യൻ അന്വേഷിക്കുകയാണ് തൗറാത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ഇദ്ദേഹത്തിൽ ഉണ്ടോ എന്ന്. അത്ര വ്യക്തമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും വംശം കൊണ്ടും വർഗം കൊണ്ടും ഞങ്ങൾ ഇസ്രായേലികൾ, അവർ ഇസ്മായിലികൾ എന്ന ഒറ്റ ന്യായത്തിൽ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് അള്ളാഹിന്റെ ചോദ്യം. യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബി ആയാത്തില്ല. അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? വഅൻതും തഷ്ഹദൂൻ, നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കുക, അഥവാ അത് പുലർന്ന് കാണുകയാണ്. ആ പറഞ്ഞത് ഇതാ, എല്ലാ ലക്ഷണങ്ങളും നേരിട്ട് കാണുകയാണ്. എന്നിട്ടും എന്തിനാണ് അത് നിങ്ങൾ തള്ളിക്കളഞ്ഞ് നിഷേധികളായി തുടരുന്നത്? ഇതാണ് അള്ളാഹിന്റെ ചോദ്യം. പിന്നെയും ഒരു ചോദ്യമുണ്ട്. യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഇതേപോലെ ഒരു പ്രയോഗം സൂറത്തുൽ ബഖറയിലും വന്നതാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വഅൻതും തഅലമൂൻ എന്നാണ് അവിടെ പറഞ്ഞത്. പുരോഹിതന്മാരോട് പറഞ്ഞ വർത്തമാനമാണ്. ഇവിടെയും അത് തന്നെയാണ്. ഒന്ന്, എന്തിനാണ് നിങ്ങൾ സത്യത്തെ അസത്യത്തോട് കലർത്തുന്നത്? എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ പോലുള്ളതിനെ ഭേദഗതി വരുത്തി അവതരിപ്പിക്കും, കൂട്ടിക്കലർത്തും, അതിലില്ലാത്തതും ഉള്ളതും കൂടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷണങ്ങളായി പറഞ്ഞത് പറയും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതുകൂടി ലക്ഷണങ്ങളായിട്ട് പറയും. അപ്പോ സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ തെറ്റിദ്ധരിക്കും, തൗറാത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, അങ്ങനെ അതിലില്ലല്ലോ, അപ്പൊ അത് ആ പറഞ്ഞ റസൂലല്ല എന്ന് ജൂത സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാൻ അവർക്ക് കഴിയും. കാരണം വരാനുള്ള റസൂലിനെ കുറിച്ച് കിതാബിൽ പറഞ്ഞ തെളിവുകൾ ഇന്നതൊക്കെയാണ് എന്ന് ഉള്ളതും പറയും, കുറച്ച് ഇല്ലാത്തതും പറയും. അപ്പൊ ആളുകൾ നോക്കുമ്പോ ഇല്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണൂല്ലല്ലോ, അതോടുകൂടി ആളുകൾ ഇത് അംഗീകരിക്കാതിരിക്കും. അങ്ങനെ സത്യവും അസത്യവും കൂടി മിക്സ് ചെയ്യുക, ഇതാണ് ഒരു പണി. വതക്തുമൂനൽ ഹഖ, അതുപോലെ സത്യം മറച്ചു വെക്കുക. അഥവാ തൗറാത്തിൽ പറഞ്ഞ, ഇഞ്ചീലിൽ പറഞ്ഞ റസൂലാണിത് എന്ന് അവർക്കറിയാം. പക്ഷേ ആളുകളിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതല്ല എന്നും വരാനുള്ള റസൂൽ ഇനിയും വന്നിട്ടില്ല എന്നുമുള്ള നിലയിൽ ഉള്ള സത്യം മറച്ചു വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ഉള്ളത് മറച്ചു വെക്കുക, അതുപോലെ ഉള്ളതും ഇല്ലാത്തതും കൂടി കൂട്ടിക്കലർത്തി അവ്യക്തമാക്കുക, ഇതൊക്കെയായിരുന്നു പ്രത്യേകിച്ചും വേദക്കാരായ പണ്ഡിത പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്ന പണി. എന്തിനാണിത് നിങ്ങൾ ചെയ്യുന്നത്? തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. ഇതൊന്നും അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, പകരം അവരെ തിരുത്തുവാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. എന്തിനാണ് നിങ്ങൾ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ സ്വയം ലലാലത്തിലാക്കുന്നത് എന്നത് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. പണ്ഡിതന്മാര് പുരോഹിതന്മാര് ആളുകളെ വഴിതെറ്റിക്കുകയാണ് എന്ന് വേറെയും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ധാരാളമായി അത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇതില് ക്രിസ്ത്യാനികളെയും കൂടി ചേർത്താണ് ഇവിടെ പറയുന്നത് എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും അവന്റെ ആയത്തുകളിൽ ശരിയാവണ്ണം വിശ്വസിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.